ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ പാക്കിംഗ് ജോബിനെ പറ്റി. അപ്പോൾ പലർക്കും ഡൗട്ടാണ്, നമ്മൾ വെറുതെ വീഡിയോയിൽ ഇടാൻ മാത്രമാണോ പാക്കിംഗ് ജോബ് വീഡിയോസ് ഇടണേന്ന്. അതൊരിക്കലും അല്ല. പിന്നെ നമ്മൾ ഡെയിലി പാക്കിങ്ങിൻ്റെ വീഡിയോസ് ഇടാത്ത കാരണം എല്ലാ ദിവസവും നമുക്ക് ഈ ഒരു വീഡിയോസ് തന്നെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കില്ലെന്ന് കേട്ടിട്ടാണ്. നമുക്കിത് ഡെയിലി ഉള്ള കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഒരു 6 വർഷമായിട്ട് എല്ലാ ദിവസവും നമ്മൾ പാക്കിങ് ചെയ്യുന്നുണ്ട് വീട്ടിൽ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പാക്ക് ചെയ്യുന്നത് പപ്പടമാണ്. പ്രത്യേകിച്ച് ഈ ഓണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സീസണാണല്ലേ. പക്ഷേ ആദ്യത്തേക്ക് അപേക്ഷിച്ച് ഇപ്പോൾ കുറവാണ്, എന്നാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് പാക്ക് ചെയ്യുന്ന ഐറ്റം പപ്പടമാണ്. അപ്പോൾ നമ്മളിത് 30ൻ്റെ പാക്കറ്റ് ഉണ്ട്, 50ൻ്റെ പാക്കറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഓണമൊക്കെ ആകുമ്പോൾ അരക്കെട്ട്, ഒരു കെട്ട് അങ്ങനെയൊക്കെ ഓർഡർ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് എവിടെയാണ് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ പാക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ഷോപ്പുകളിൽ, പിന്നെ അതേപോലെ ഹോട്ടലുകളിലൊക്കെയാണ് നമുക്കിതിൻ്റെ സെയിൽ വരുന്നത്. അപ്പോൾ ഇത് എല്ലാ ദിവസവും നമ്മളിപ്പോൾ 6 വർഷമായിട്ട് ഡെയിലി എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ ഉള്ള പാക്കിംഗ് ആണ്. അപ്പോൾ എല്ലാ ദിവസവും ഈ ഒരു വീഡിയോ തന്നെ ഇടണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ പാക്കിങ്ങിൻ്റെ വീഡിയോ ഇടാതിരിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ പാക്കിംഗ് ഒന്നും ഇല്ലേ, അതൊക്കെ വെറുതെ ആണോ, ചാനലിൽ ഇടാൻ വേണ്ടി കാണിച്ചിരുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള മറുപടിയാണ്, അല്ല, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ എന്തൊരു ജോലിയായാലും, ഈ പാക്കിംഗ് ജോബ് ആയാലും എന്തൊരു ജോലി ആയാലും വെറുതെ നിങ്ങളോട് പറയല്ല ഇങ്ങനൊരു ജോലി ചെയ്ത് നോക്കുമെന്ന് പറയല്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ചെയ്ത് വരുമാനം കണ്ടെത്തുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അത്രയും അറിയാവുന്ന ആളുകളൊക്കെ ചെയ്ത് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അതുപോലെ നമ്മൾ വെറുതെ ചാനലിന് റീച്ച് കൂട്ടാനോ അല്ലെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനോ ഡോളർ കിട്ടാനോ ഒന്നും ആയിട്ട് നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇടാറില്ല. ജെന്യുവൻ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ നമ്മുടെ ചാനലിൽ ഇടുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ചാനലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഓരോ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ പപ്പടം പാക്കിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ദിവസം അതിനെല്ലാത്തിനും എല്ലാത്തിൻ്റെയും കമൻറ്റുകളൊക്കെ വായിച്ച് നോക്കി അതിനെല്ലാം കൂടി റിപ്ലൈ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു ജോലി തന്നെയാണ് കേട്ടോ. ഇപ്പം പപ്പടം ഉണ്ടാക്കുന്ന ആളുകൾ തന്നെ ആവണമെന്നില്ല, ഇപ്പോൾ എല്ലാ ആളുകളും. പക്ഷേ പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. പപ്പടം ഉണ്ടാക്കുന്നവർ കുറച്ച് ആളുകൾ, അതേപോലെ ഈ ആശാരിപ്പണി ചെയ്യുന്ന ആളുകൾ കുറച്ച് പേര്, അങ്ങനെ ഓരോരോ പണികൾ ഓരോരുത്തർ മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമുക്ക് ആർക്ക് വേണമെങ്കിലും എല്ലാവരും എല്ലാ ഫീൽഡിലേക്കും കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു വർക്ക് തന്നെയാണ് പപ്പടം പാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയുള്ള ജോലികളാണ് വേണ്ടത്, പാക്കിംഗ് ജോലിയാണോ, വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ജോലിയാണോ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനത്തെ ജോലികളാണ് ആവശ്യമുള്ളത് അത്തരത്തിലുള്ള ജോലികൾ നമ്മൾ തീർച്ചയായിട്ടും ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ പിന്നെയും വീഡിയോ ഇടാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇതേപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധാരണക്കാർക്ക്, വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഉപയോഗമാവുന്ന നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.